കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഇൻറ്റിമേറ്റ് ഹൈജീൻ എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഇൻറ്റിമേറ്റ് ഹൈജീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൈവറ്റ് പാർട്ട്, അത് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ ഉപയോഗിച്ച് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാം, എത്ര തവണ നമ്മൾ ക്ലീൻ ചെയ്യണം, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും തന്നെ വജൈനൽ ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട്. വജൈനൽ ഏരിയാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു വജൈനയ്ക്ക് ചുറ്റും കാണുന്ന, നമ്മുടെ പ്രൈവറ്റ് പാർട്ടിന് ചുറ്റും കാണുന്ന നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ. ഈ ഒരു ഗുഹ്യഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ആ ഒരു ഇൻറ്റിമേറ്റ് ഹൈജീൻ കാത്തു സൂക്ഷിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു. എപ്പോഴും ഓരോ സ്ത്രീകളും ക്ലീൻ ചെയ്യേണ്ടത് അവരുടെ ആ ഒരു ഗുഹ്യഭാഗങ്ങളെയാണ്. നമ്മുടെ ആ ഒരു വജൈനൽ ഏരിയ ഉള്ളത്, നമ്മുടെ യോനി ഭാഗമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഉള്ളിലോട്ടായിട്ട് ആ ഒരു പോകുന്ന ആ ഒരു യോനി ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വജൈനൽ ഏരിയ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വജൈനൽ ഏരിയ അല്ല വജൈന, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ പുറപ്പെടുവിപ്പിക്കുന്ന ഒന്നാണ് അവിടെ നിന്ന് വരുന്ന ഡിസ്ചാർജ്. ഈ ഡിസ്ചാർജ് കൊണ്ട് നമ്മുടെ ആ ഒരു വജൈന ഡയറക്റ്റായിട്ട് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യേണ്ടത് ആ വജൈനയ്ക്ക് ചുറ്റുമുള്ള ഏരിയയും നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു ഹോളുമാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ആ ഒരു ഭാഗം ഇപ്പോൾ രോമമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കുകയും, അതുപോലെ നമ്മുടെ ആ ഒരു വജൈനയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു ഏരിയയും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ അത് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത് സാധാരണയായിട്ട് ഇനി ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വജൈനൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആ ഒരു ഫിസിക്കൽ ഓർഗൻ, നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും, നമ്മൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴേക്കും പുരുഷൻ്റെ അവയവം നമ്മുടെ ശരീരത്തിലോട്ട് കയറി പോകുന്ന ആ ഒരു ഭാഗമാണ് നമുക്കവിടെ വജൈന എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വജൈനൽ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ചുറ്റുമുള്ള വജൈന നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് ചുറ്റുമുള്ള ആ ഒരു ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എപ്പോഴും വെള്ളം വെച്ചിട്ടാണ്. ആ ഒരു വെള്ളം ഉപയോഗിക്കാതെ നമ്മൾ ഒരുപാട് സോപ്പിട്ട് പതത്തി, ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും ഒരു യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോഴാണെങ്കിലും ഒരുപാട് സോപ്പ് ഇട്ടിട്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഒരുപാട് ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടും ആ ഒരു ഭാഗമൊക്കെ വൃത്തിയാക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ വജൈനയിലോട്ടും നമ്മുടെ വജൈനയ്ക്ക് ചുറ്റുമുള്ള ഭാഗത്തേക്കും അത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അതുവഴി നമ്മുടെ വജൈനയിലെ pH ബാലൻസിൽ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ വജൈനയുടെ pH ബാലൻസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമ്മുടെ ആ വജൈനൽ ഭാഗത്തുണ്ടാകുന്ന നമ്മുടെ നല്ല ബാക്ടീരിയാസിനെ അത് ഇല്ലാതാക്കുകയും, മറിച്ച് പുറത്തു നിന്ന് നല്ലതല്ലാത്ത ബാക്ടീരിയാസ്, മോശമായിട്ടുള്ള ബാക്ടീരിയാസ് നമ്മുടെ വജൈനയിലോട്ട് പ്രവേശിക്കാനും ഇത് കാരണമാകുന്നു. അത് കൂടാതെ തന്നെ നമ്മുടെ വജൈനയിലെ pH ബാലൻസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, pH ലെവല് ആ ഒരു നോർമൽ ബാലൻസിൽ നിന്നും വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന പുരുഷൻ്റെ സ്പേമിനെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവും ആ ഒരു വജൈനയ്ക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് കടക്കുന്ന മറ്റുള്ള ബാക്ടീരിയാസ് മൂലവും ആ ശരീരത്തിൽ കൂടുതൽ ദിവസം സ്പേമിന് നിൽക്കാൻ കഴിയാതെ വരികയും ആ ഒരു എഗ്ഗ് വരുന്നതിന് മുൻപ് തന്നെ സ്പേം നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയും ഇതുമൂലം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ഒരു വജൈനയ്ക്ക് ചുറ്റുമുള്ള ഭാഗം ഒരുപാട് സോപ്പ് ഉപയോഗിച്ച്, ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള, ഒരുപാട് സ്മെല്ലുള്ള സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ഹൈജീൻ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഴുകാതിരിക്കുക. ഇനിയിപ്പോൾ ആ ഒരു വജൈനൽ ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സാധാ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതും ആ ഒരു വജൈനൽ പ്രോസസ്സ്, ആ ഒരു ഏരിയ ചുറ്റുമുള്ള ഭാഗമെല്ലാം വൃത്തിയാക്കി ഇരിക്കാനായിട്ട് അത് കാരണമാകുന്നു. നമ്മൾ കൂടുതൽ മണമുള്ള സോപ്പൊക്കെ ഉപയോഗിച്ചിട്ടോ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടോ കൂടുതൽ നേരം കഴിവതും വാഷ് ചെയ്യാതിരിക്കുക. ഏകദേശം നമ്മളിപ്പോൾ ഒരു ദിവസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ മാത്രം നമ്മുടെ ആ ഒരു വജൈനയ്ക്ക് ചുറ്റുമുള്ള ഭാഗം ക്ലീൻ ചെയ്താൽ മതിയാകും. അതും ഒരുപാട് സ്മെല്ല്
ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ സോപ്പ് വെച്ചിട്ടൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് സാധാ വെള്ളം അടിച്ചടിച്ച് നമ്മളൊന്ന് കഴുകിയാലും മതി. കൂടുതൽ നേരം നമ്മൾ ആ ഒരു സോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ pH ബാലൻസിൽ തുടക്കത്തിലേ പറഞ്ഞതുപോലെ വ്യത്യാസം ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. പിന്നെ നമ്മുടെ വജൈനൽ ഏരിയ എപ്പോഴും ഒരു സ്മെല്ല് അതിനുണ്ട്, നമ്മുടെ ആ ഒരു വജൈനൽ ഏരിയയ്ക്ക് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ വരുന്ന ഡിസ്ചാർജൊക്കെ മൂലമാണ് അത്തരത്തിലുള്ളൊരു സ്മെല്ല് നമ്മുടെ വജൈനൽ ഏരിയയിൽ കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. ആ ഒരു സ്മെല്ല് നമ്മൾ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സ്മെല്ല് വീണ്ടും വീണ്ടും അതിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ കഴിയുമ്പോഴേക്കും ആ ഒരു വജൈനൽ ഏരിയയിൽ പിന്നെയും ആ ഒരു സ്മെല്ല് ഉണ്ടാകും. ആ സ്മെല്ല് ഉണ്ടാകുന്നത് വജൈനയിൽ നിന്ന് വരുന്ന ആ ഡിസ്ചാർജ് മൂലമൊക്കെയാണ് ആ ഒരു സ്മെല്ല് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നോർമലായിട്ട് വരുന്നതിനേക്കാളും കൂടുതൽ ബാഡായിട്ടുള്ള സ്മെല്ല് നമ്മുടെ വജൈനയിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തെങ്കിലും വജൈനൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ് എന്ന് ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ കഴിവതും നിങ്ങളൊരു വജൈനൽ ഏരിയ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ പീരിയഡ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ആ ഒരു വജൈനൽ ഏരിയയിൽ കുറച്ചൊന്ന് അനത്ത ചൂടുവെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചടിച്ച് നമ്മൾ കഴുകുന്നത് നല്ലതായിരിക്കും. ആ ഒരു പ്രോസസ്സ് നമ്മുടെ വജൈനൽ ഏരിയ നല്ലപോലെ സൂക്ഷിക്കാനായിട്ട് സഹായിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളം അടിച്ച് കഴുകുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ചുറ്റുമുള്ള നമ്മുടെ ആ തുടയുടെ അവിടെ ഉള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് നേരം നമ്മൾ ആ ഒരു സോപ്പ്, ചിലരൊക്കെ കുളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, നല്ലപോലെ പതപ്പിച്ച് ആ പത അങ്ങ് നല്ലപോലെ വന്നിട്ട് ആ ഒരു പതയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കഴുകേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇത്തിരി ഒരു സോപ്പ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി അങ്ങോട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ വജൈനൽ ഏരിയ ഹെൽത്തി ആയിക്കോളും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും വജൈനൽ ഏരിയ ക്ലീൻ ചെയ്തിട്ട് തൂത്ത് അങ്ങോട്ട് എടുക്കരുത്. ഇപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറഞ്ഞു തരുമായിരുന്നു. ഒരു 5ൽ 6ലൊക്കെ പഠിക്കുന്ന സമയത്ത് മുതലേ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു, നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന ഓരോ സമയത്തും, നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന ഓരോ സമയത്തും വെള്ളം എടുത്തിട്ട് നമ്മുടെ വജൈനൽ ഏരിയ കഴുകണം. വെള്ളം എടുത്തിട്ട് വജൈനൽ ഏരിയ നമ്മൾ കഴുകിയിട്ട് അതിന് ശേഷം നമ്മളൊരു ജസ്റ്റ് ഒരു ടവലോ അങ്ങനെ എന്തെങ്കിലും, നമ്മളിപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടോയ്ലറ്റിൽ നമുക്ക് ആ ടോയ്ലറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒപ്പിയെടുക്കുന്നതും നമ്മൾ തൂത്തെടുക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ പയ്യെ ഒന്ന് ഒപ്പി എടുക്കുമ്പോഴേക്കും അവിടെ ആ ഒരു ഒപ്പി നമ്മൾ എടുക്കുമ്പോൾ ആ വെള്ളം മൊത്തം ആ ടോയ്ലറ്റ് പേപ്പറിലോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ അല്ലാതെ നമ്മൾ ആ നനവിൽ തന്നെ കൂടുതൽ നേരം അങ്ങോട്ട് ഇരുന്ന് നനവിൽ തന്നെ നമ്മൾ ആ ഒരു ഇന്നർ വെയറും അണിഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇച്ചിങ് കൂടുതലായിട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ചിലവരിലെല്ലാം ഒരു ഇൻഫെക്ഷൻ പോലെ, ഒരു വൈറ്റ് കളറുള്ള ഇൻഫെക്ഷൻ പോലെയൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം അടിച്ച് നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് വെള്ളം ഒപ്പിയെടുക്കുക. കൂടുതലായിട്ടും ആ ഒരു ഭാഗത്ത് വെള്ളം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അത് ഒന്നും കൂടി ഒന്ന് ഇറങ്ങിയിരിക്കുകയാണല്ലോ. നമ്മൾ ഇന്നർ വെയർ ഇടുന്നു, നമ്മുടെ വേറെ നമ്മൾ പാൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ കയറ്റിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ ഒന്നും കൂടി നല്ലപോലെ ടൈറ്റായിട്ട് ഇരിക്കും. ഇങ്ങനെ ടൈറ്റായിട്ട് കൂടുതൽ നേരം അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നമുക്ക് ഒരു ഇച്ചിങ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അവിടെ തടിച്ചിങ്ങനെ വരുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. വജൈനൽ ഏരിയ ഇൻ ഷോർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു യോനി ഭാഗം നമ്മൾ ഒരിക്കലും ഒരു സോപ്പോ ഒരു ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഒരു ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സോ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മുടെ ആ വജൈനൽ ഭാഗത്തിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയ നിങ്ങൾക്ക് വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ചുരുങ്ങിയത് 2 തവണയെങ്കിലും നിങ്ങളവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരിച്ചിരി മാത്രം സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് കഴുകുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ക്ലീൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ട് ക്ലീൻ ചെയ്യരുത്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ക്ലീൻ ചെയ്യുക എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു മോഷൻ പാസ് ചെയ്യുന്നൊരു ഹോളുണ്ടല്ലോ, ആ മോഷൻ പാസ് ചെയ്യുന്ന ഹോളിൽ എന്തെങ്കിലും ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാക്ടീരിയാസ് നമ്മൾ ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ട് ക്ലീൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ വജൈനൽ ഏരിയയിലോട്ട് എത്തുന്നതിന് കാരണമാകുന്നു. ഈ വജൈനൽ ഏരിയയിലോട്ട് മറ്റുള്ള ബാക്ടീരിയാസ് ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെയുള്ള നല്ല ബാക്ടീരിയാസിനും ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അത് തമ്മിൽ ആ ഒരു ബാക്ടീരിയാസിൻ്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ വജൈനൽ ഭാഗത്തുള്ള നല്ല ബാക്ടീരിയാസ് ഇല്ലാതാകാനായിട്ടും അത് കാരണമാകും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ വജൈനൽ ഭാഗം ക്ലീൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ക്ലീൻ ചെയ്യാതെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവരും ഒക്കെ ഈ ഒരു കാര്യം കൂടുതലായിട്ടും ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എപ്പോഴും ബാക്കിൽ നിന്നും ഫ്രണ്ടിലോട്ട് ചെയ്യാതെ ഫ്രണ്ടിൽ നിന്നും ബാക്കിലോട്ട് ക്ലീൻ
ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വജൈനൽ ഏരിയ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് അത് കാരണമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.